അനേക മഹത് വ്യക്തികളെ കുറിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നിയമത്തിൽ നാം ആദ്യമായി കാണുന്ന സ്നാപകൻ യോഹന്നാൻ തന്നെയാണ്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 33-ാം വാക്യം, 3-ാം അധ്യായം 23-ാം വാക്യങ്ങളിൽ സ്നാപക യോഹന്നാൻ യോർദാനിൽ സ്നാനപ്പെടുത്തുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്നാപക യോഹന്നാൻ മഹാപുരോഹിതനായിരുന്ന സഖരിയാവിന്റെ മകനായിരുന്നു. സഖരിയാവാകട്ടെ വിശുദ്ധനും ഭക്തനുമായിരുന്നു. യെരൂശലേം ദേവാലയത്തിൽ കറതീർന്ന അഹരോന്യ പൗരോഹിത്യ ക്രമപ്രകാരം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഭക്തനായൊരു മനുഷ്യൻ. സ്നാപക യോഹന്നാനാകട്ടെ അഥവാ ഈ മഹാപുരോഹിതന്റെ മകനാകട്ടെ എന്തുകൊണ്ടോ ആ പൗരോഹിത്യം സ്വീകരിക്കുവാൻ തയ്യാറായില്ല. യെരൂശലേം ദേവാലയത്തിൽ ഒരു ശുശ്രൂഷകനായി നിൽക്കുവാനും താൻ മനസ്സ് കാണിച്ചില്ല. പുരോഹിതന്മാർ ധരിക്കാത്തതും അവർ ചെയ്യാതിരുന്നതുമായ ശുശ്രൂഷകളാണ് അദ്ദേഹം ചെയ്തത്. തൻ്റെ പിതാവ് ഉൾപ്പെടെയുള്ള പുരോഹിതന്മാർ ദേവാലയത്തിൽ ശുശ്രൂഷിച്ചുവെങ്കിൽ സ്നാപക യോഹന്നാൻ തൻ്റെ ശുശ്രൂഷയുടെ തട്ടകമായി തിരഞ്ഞെടുത്തത് യോർദാൻ നദിയും യഹൂദ മരുഭൂമിയുമാണ്. മഹാപുരോഹിതന്മാർ തങ്ങളുടെ വിലയേറിയ ഔദ്യോഗിക വസ്ത്രം ധരിച്ചുകൊണ്ട് ശുശ്രൂഷ നടത്തിയപ്പോൾ യോഹന്നാനാകട്ടെ ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറുമാണ് ധരിച്ചിരുന്നത്. മത്തായിയുടെ സുവിശേഷം 3:4 നാം അത് കാണുന്നു. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ പുരോഹിതന്മാരുടെയും മഹാപുരോഹിതന്മാരുടെയും ഔദ്യോഗിക വസ്ത്രം എപ്രകാരമായിരിക്കണമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വസ്ത്രങ്ങളുടെ നൂലുകളാകട്ടെ നീലനൂലും ധൂമ്രനൂലും പിരിച്ച പഞ്ഞിനൂലും ഒക്കെയായിരുന്നു. മാത്രമല്ല അവരുടെ പൗരോഹിത്യ വസ്ത്രത്തിൽ 12 വിധ രത്നക്കല്ലുകൾ ഉണ്ടായിരുന്നു. ഷോൾഡറിന്റെ ഭാഗത്തായിട്ട് 2 ഗോമേതക കല്ലുകളും. ഇങ്ങനെ ലക്ഷങ്ങൾ വിലമതിപ്പുള്ള പൗരോഹിത്യ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്റെ പിതാവ് ഉൾപ്പെടെയുള്ള പുരോഹിതന്മാർ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാനാകട്ടെ ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് അരയിൽ തോൽവാറും കെട്ടി കലങ്ങിമറിയുന്ന യോർദാനിൽ സ്നാന ശുശ്രൂഷ നടത്തുകയാണ്. മാനസാന്തര പ്രസംഗം നടത്തുകയാണ്. സ്വർഗത്തേക്കാൾ ഉന്നതനായ യേശുക്രിസ്തു യോഹന്നാനെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. ഒരു വലിയ വിപ്ലവം തന്നെയല്ലേ താൻ സൃഷ്ടിച്ചത്. ദീർഘമായ മതചിന്തകൾക്കപ്പുറമായി സ്ഥാപിതമായ തത്വസംഹിതകൾക്കെതിരായി താൻ ഒരു ആധ്യാത്മിക നവോത്ഥാനം തന്നെ നടത്തുകയായിരുന്നു. അത് തികച്ചും അത്ഭുതകരമായ കാര്യമാണ്. ദൈവമാണ് അദ്ദേഹത്തെ സ്നാന ശുശ്രൂഷയ്ക്കായി അയച്ചതെന്നും വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമതായി നാം കാണുന്ന സ്നാപകൻ യേശു കർത്താവ് തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 22-26 വാക്യങ്ങളിൽ യേശു കർത്താവ് സ്നാന ശുശ്രൂഷ നടത്തുന്നതായി നാം വായിക്കുന്നു. യേശു ശിഷ്യന്മാരുമായി യഹൂദ ദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. യോഹന്നാൻ 3:22. യോഹന്നാൻ 3:26 നമ്മൾ വായിക്കുന്നത്, ഒരു കൂട്ടം ആൾക്കാർ സ്നാപക യോഹന്നാന്റെ അടുക്കൽ വന്നിട്ട് ഇപ്രകാരം പറയുകയാണ്: റബി, യോർദാനക്കരെ നിന്നോടുകൂടി ഇരുന്നവൻ, നീ സാക്ഷീകരിച്ചവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു. എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു. നദിയിൽ 2 സ്നാനം നടക്കുകയാണ്. ഒന്ന് സ്നാപക യോഹന്നാൻ സ്നാന ശുശ്രൂഷ നടത്തുന്നു, യേശുവും സ്നാന ശുശ്രൂഷ നടത്തുകയാണ്. ജനങ്ങളെല്ലാം യേശുവിന്റെ അടുക്കലേക്കാണ് സ്നാനത്തിനായി കടന്നു പോകുന്നത്. ഈ വാർത്ത യോഹന്നാൻ കേട്ടപ്പോൾ പറഞ്ഞത് കേൾക്കണമോ? ഞാനോ കുറയണം, അവനോ വളരെയണം. താൻ സ്നാനപ്പെടുത്തിയ യേശു
തന്നേക്കാൾ അധികം പേരെ സ്നാനപ്പെടുത്തുന്നത് കണ്ടപ്പോൾ സന്തോഷിച്ച് യോഹന്നാനിൽ വ്യാപരിച്ചിരുന്നത് യഥാർത്ഥ ആത്മാവായിരുന്നു. ഈ സന്ദർഭത്തിലായിരിക്കും നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെയൊക്കെ സ്നാനപ്പെടുത്തിയത്. യേശു സ്നാനപ്പെടുത്തുന്ന ആ സ്നാന ശുശ്രൂഷ ശിഷ്യന്മാർ കണ്ട് പഠിക്കുകയുണ്ടായി. അവർ സ്നാന ശുശ്രൂഷ നടത്തുവാൻ പ്രാപ്തരായി കഴിഞ്ഞപ്പോൾ യേശു അവരെ കൊണ്ട് സ്നാന ശുശ്രൂഷ നടത്തിക്കുന്നതായിട്ടാണ് നാം പിന്നീട് കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നുവെന്ന് പരീശന്മാർ കേട്ടു. ഇത് മറ്റൊരു സംഭവമാണ് എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ യഹൂദ ദേശം വിട്ട് പിന്നെയും ഗലീലയിലേക്ക് യാത്രയായി. 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഒരു പ്രത്യേക വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശിഷ്യന്മാരാണ് സ്നാനപ്പെടുത്തിയത്, യേശു സ്നാനപ്പെടുത്തിയില്ല എന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ യേശു സ്നാനപ്പെടുത്തുകയും ചെയ്തതിനു ശേഷം ശിഷ്യന്മാർ സ്നാനപ്പെടുത്തുവാൻ പ്രാപ്തരായി കഴിഞ്ഞപ്പോൾ യേശുവിന്റെ നേതൃത്വത്തിൽ അവരെ കൊണ്ട് സ്നാന ശുശ്രൂഷ നടത്തിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. അങ്ങനെ സ്നാപക യോഹന്നാനും യേശു കർത്താവും അപ്പോസ്തലന്മാരുമൊക്കെ യോർദാൻ നദിയിൽ സ്നാന ശുശ്രൂഷ നടത്തി. അവർ നമ്മളെക്കാൾ എത്രയോ ശ്രേഷ്ഠരാണ്. അവരുടെ ശുശ്രൂഷകൾ എത്രയോ അനുകരണമാണ്. സ്നാനത്തിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നത് കൊണ്ടാണല്ലോ സ്നാപക യോഹന്നാനും യേശുവും അപ്പോസ്തലന്മാരുമൊക്കെ സ്നാന ശുശ്രൂഷ നടത്തിയത്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കും സ്നാന ശുശ്രൂഷ നടത്തുവാനുള്ള അവസരം ദൈവം നൽകട്ടെ. സ്നാനപ്പെടുവാനുള്ള അവസരവും ദൈവം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. സ്നാനത്തെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ കേട്ടപ്പോൾ സ്നാനപ്പെടണമെന്ന് വലിയൊരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഒരിക്കൽ 80 വയസ്സുള്ള ഒരു അപ്പച്ചൻ എന്റെ അടുക്കൽ സ്നാനപ്പെടുവാനായിട്ട് വന്നു. കേരളത്തിലെ തലവടിക്കടുത്ത് വെള്ളക്കിണർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വന്ന ഒരു അപ്പച്ചനായിരുന്നു അദ്ദേഹം. എന്റെ 5 വയസ്സുള്ള മകൻ അദ്ദേഹത്തോട് സ്നാനപ്പെടണം എന്ന് പറഞ്ഞത് തന്റെ ഉള്ളിൽ ആഴമേറിയ പ്രേരണ ചെലുത്തിയിട്ടാണ് അദ്ദേഹം എന്റെ അടുക്കൽ വന്നത്. 3 ദിവസത്തെ ഉപവാസത്തിന് ശേഷം. പ്രായമുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് നല്ല അറിവില്ലാതിരുന്നത് കൊണ്ട് ഞാൻ സ്നാനപ്പെടുത്തുവാൻ അല്പം വിമുഖത കാണിച്ചു. അദ്ദേഹത്തോട് സ്നാനത്തെക്കുറിച്ച് പറഞ്ഞ എന്റെ മകൻ 10 വയസ്സായപ്പോൾ സ്നാനപ്പെടണമെന്ന് ശഠിച്ചു. എന്നാൽ അവന് പ്രായം കുറവാണല്ലോ എന്ന ചിന്ത എന്നെ അലട്ടുകയുണ്ടായി. അപ്പോൾ ആരാണ് സ്നാനപ്പെടേണ്ടത്? വേദപുസ്തകം അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഇതിന് വളരെ വ്യക്തമായ മറുപടി നൽകുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷാവധിയിൽ അകപ്പെടും. കത്തോലിക്കരുടെ ബൈബിൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവർ രക്ഷിക്കപ്പെടും എന്നാണ്. അപ്പോൾ സ്നാനാർത്ഥിയുടെ പ്രധാനമായ യോഗ്യത അവൻ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കണം എന്നുള്ളതാണ്. ഒരിക്കൽ എത്യോപ്യയുടെ ധനകാര്യമന്ത്രിയായ ഷണ്ണനെ സ്നാനപ്പെടുത്തുവാൻ തുടങ്ങുന്നതിന് മുൻപായി തന്റെ ആഗ്രഹം സ്നാപകനായ ഫിലിപ്പോസിനോട് ചോദിച്ചപ്പോൾ ഫിലിപ്പോസ് അദ്ദേഹത്തോട് പറയുന്നത്: നീ പൂർണ്ണ ഹൃദയത്തോട് വിശ്വസിക്കുന്നെങ്കിൽ നിന്നെ സ്നാനപ്പെടുത്താം എന്നുള്ളതാണ്. നാം അത് അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ വായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ക്രിസ്തീയ സ്നാനം ശിശുക്കൾക്കോ മുതിർന്നവർക്കോ അല്ല. ക്രിസ്തീയ സ്നാനം യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവർക്ക് മാത്രം ഉള്ളതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ചില സംശയങ്ങൾ ഈ സന്ദർഭത്തിൽ ഉണ്ടാകാം.
വേദപുസ്തകത്തിൽ പല കുടുംബങ്ങളെയും സ്നാനപ്പെടുത്തിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പോസ്തലപ്രവൃത്തി 16:14 ലുദിയായുടെ കുടുംബം സ്നാനപ്പെടുന്നു. അപ്പോസ്തലപ്രവൃത്തി 16 33 വാക്യത്തിൽ കാരാഗ്രഹ പ്രമാണിയുടെ കുടുംബം സ്നാനപ്പെടുന്നു. ഈ കുടുംബങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളില്ലായിരുന്നുവോ? കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തിയിട്ടാണോ അവിടെ സ്നാന ശുശ്രൂഷ നടത്തിയത് എന്നൊക്കെ ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നെന്നോ കുഞ്ഞുങ്ങൾ ഇല്ലായിരുന്നുവെന്നോ രേഖപ്പെടുത്തിയിട്ടില്ല. ഊഹങ്ങളിലല്ലോ ഒരു ഉപദേശത്തെ സ്ഥാപിക്കേണ്ടത്. വേദപുസ്തകം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെയും കുടുംബമായിട്ട് വിളിക്കാം, കുടുംബമായി വിളിച്ചതായിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1-2 ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരാം. ശമൂവേലിന്റെ 2-ാം പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ 2 കുടുംബങ്ങളുടെ യുദ്ധത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്രകാരമാണ്: ശൗലിന്റെ കുടുംബവും ദാവീദിന്റെ കുടുംബവും തമ്മിൽ യുദ്ധം നടന്നു. ഈ 2 കുടുംബങ്ങളും ദീർഘവർഷങ്ങൾ യുദ്ധം ചെയ്തതായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ അർത്ഥം അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളും യുദ്ധം ചെയ്തുവെന്നാണോ അർത്ഥമാക്കുന്നത്? ഒരിക്കലുമല്ല. ഇനി നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിലേക്ക് വരിക. യാക്കോബിന്റെ ശവസംസ്കാരത്തോടുള്ള ബന്ധത്തിൽ യോസേഫും കുടുംബവും പലസ്തീനിലേക്ക് പോകുന്ന ചരിത്രമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 50-ാം അധ്യായം 8-ാം വാക്യം ഞാൻ വായിക്കാം. യോസേഫിന്റെ കുടുംബമൊക്കെയും അവന്റെ സഹോദരന്മാരും പിതൃഭവനവും അവനോടുകൂടെ പോയി. ഈ വാക്യത്തിൽ യാക്കോബിന്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്കായി യോസെഫിന്റെ കുടുംബമൊക്കെയും പോയെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ 50-ന്റെ 8-ാം വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചു വായിക്കൂ. തങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും ആടുമാടുകളെയും മാത്രം ഗോശേൻ ദേശത്ത് വിട്ടേച്ചുപോയി. അപ്പോൾ യാക്കോബിനെ അടക്കുവാൻ പോയ കുടുംബത്തിൽ കുഞ്ഞുങ്ങളില്ലായിരുന്നു എന്ന് വ്യക്തം. മത്തായിയുടെ സുവിശേഷം 24-ന്റെ 21-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ 5000 പുരുഷന്മാരെ കർത്താവ് അപ്പം കൊടുത്ത് പോഷിപ്പിക്കുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ അവിടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. മത്തായി രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൂടാതെ 5000 പുരുഷന്മാർ. വേദപുസ്തകത്തിൽ കുഞ്ഞുങ്ങളെ ഉൾപ്പെടുത്താതെ കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത് പറയേണ്ട ആവശ്യമില്ല. കാരണം വിശ്വസിക്കുന്നവർക്കാണ് സ്നാനം എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കെ പിന്നെ അവിടെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നുവോ ഇല്ലായിരുന്നുവോ എന്നൊരു ഊഹത്തിൽ ഒരു ഉപദേശം സ്ഥാപിക്കേണ്ടതില്ലല്ലോ. എങ്കിലും പരമാർത്ഥികളായ നിങ്ങളിൽ ചിലരെങ്കിലും ഈ വിഷയം ചിന്തിക്കുന്നത് കൊണ്ട് ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റു ചിലരാകട്ടെ വളരെ വിചിത്രമായ മറ്റൊരു ചിന്ത പറയാറുണ്ട്. യഹൂദന്മാർ 8-ാം നാളിൽ കുഞ്ഞുങ്ങൾക്ക് പരിച്ഛേദന കൊടുത്തു, അതുകൊണ്ട് സ്നാന ശുശ്രൂഷ നടത്താം. പ്രിയപ്പെട്ടവരെ, പരിച്ഛേദനയും സ്നാനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പരിച്ഛേദന ഒരു യഹൂദ കർമ്മമാണ്. സ്നാനമാകട്ടെ ഒരു ക്രിസ്തീയ കർമ്മവും. പരിച്ഛേദനയാകട്ടെ പുരുഷന്മാർക്കുള്ളതാണ്, സ്നാനമാകട്ടെ സ്ത്രീകൾക്കുമുണ്ട്. പരിച്ഛേദന സ്നാനത്തിന്റെ നിഴലായിട്ടോ പൊരുളായിട്ടോ വേദപുസ്തകത്തിൽ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. പരിച്ഛേദനയും സ്നാനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഒരു ദുർവ്യാഖ്യാനം മാത്രം ആണ്. മറ്റു ചില സുഹൃത്തുക്കൾ പറയാറുണ്ട്, യേശുവിന്റെ അടുക്കിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാർ തടഞ്ഞു. യേശു പറയുന്നുണ്ട് കുഞ്ഞുങ്ങളെ തടയരുത് എന്ന്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്താം എന്ന് ശഠിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ യേശു സ്നാനപ്പെടുത്തുവാനായി കുഞ്ഞുങ്ങളെ എന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവിൻ, അവരെ തടയരുതെന്നല്ല പറയുന്നത്. അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടിയാണ് യേശു കുഞ്ഞുങ്ങളെ വിളിക്കുന്നത്. അതെ, കുഞ്ഞുങ്ങളെ നമുക്ക് അനുഗ്രഹിക്കുവാനായി കഴിയും. ഞാനൊരു ചിന്ത നിങ്ങളോട് പറയട്ടെ. ക്രിസ്തീയ കുദാശകളില് വിവാഹം ഒരു കുദാശയാണ്, പൗരോഹിത്യം ഒരു കുദാശയാണ്.